ആ വിശ്വനോ? നിങ്ങളെന്താ ആദിയുടെ എൻഗേജ്മെന്റിന് വരാണ്ടിരുന്നത്? സെറ്റിയിലേക്കിരുന്ന് മുത്തശ്ശൻ ചോദിച്ചു. നിശ്ചയം കഴിഞ്ഞ് തറവാട്ടിലേക്ക് എത്തിച്ചേർന്നാണ് എല്ലാവരും. അപ്പോഴാണ് ഹാളിലിരിക്കുന്ന വിശ്വനെയും പത്മിനിയെയും കാണുന്നത്. വിശ്വന്റെയും പത്മിനിയുടെയും മക്കളാണ് പൂജയും പ്രീതിയും. പ്രീതി ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ്. മെഡിക്കൽ കോൺഫറൻസായി ബന്ധപ്പെട്ട അവൾ കുറച്ചുനാൾ വിദേശത്തായിരുന്നു. വിശ്വന് ബിസിനസ്സാണ്. ആദിയുടെ അച്ഛൻ വിഷ്ണുവർദ്ധൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു വിശ്വൻ. ഇന്ന് പ്രീതി മോള് വരുന്ന ദിവസമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവളെ വിളിക്കാനായി പോയി. അതുകൊണ്ട് എൻഗേജ്മെന്റിന് വരാൻ കഴിഞ്ഞില്ല. പ്രീതി വന്നോ? എന്നിട്ട് പൂജ അവൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അവളെവിടെ? രാധിക ചോദിച്ചു. അവൾക്ക് ചെറിയൊരു തലവേദന, ഗസ്റ്റ് റൂമിലാ. വീട്ടിൽ പോയിരുന്ന തന്നെ എല്ലാവരെയും കാണുമെന്ന് പറഞ്ഞ് ഓടി വന്നതാ. പൂജ മോളെ അവളൊന്ന് വിളിച്ചോണ്ട് വാ. കൈലാസം വീടിനടുത്ത് തന്നെയാണ് വിശ്വന്റെയും വീട്. വേണ്ടടോ, കുട്ടി റെസ്റ്റ് എടുക്കട്ടെ, പിന്നീട് കാണാം, മുത്തശ്ശൻ പറഞ്ഞു. ആദ്യമോനെ കൺഗ്രാസ്, ഞാൻ കുട്ടിയുടെ ഫോട്ടോ കണ്ടിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ, വിശ്വൻ പറഞ്ഞെന്ന് ഒരു പുൻസിരിയായിരുന്നു ആദിയുടെ മറുപടി. പ്രീതി എന്താടി വയ്യേ? കട്ടിൽ കിടന്ന പ്രീതിയുടെ നെറ്റിൽ തടവി പൂജ ചോദിച്ചു. അവളുടെ ശബ്ദം കേട്ടതും ചെറുമയക്കത്തിലായിരുന്ന പ്രീതി എഴുന്നേറ്റ്. പൂജ വിഷമത്തോടെ പ്രീതിയെ നോക്കി. കരഞ്ഞ് ചുവന്നിരിക്കുകയാണ് മുഖം, കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നു. കഴിഞ്ഞല്ലേ? പ്രീതി ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്ന് ചോദിച്ചു. അവൻ പാതി അവകാശം ഊട്ടി ഉറപ്പിച്ചു അല്ലേ? ആദ്യം വന്നോ? ആ വന്നു. അവ ഹാപ്പിയാണല്ലേ? എനിക്കവനെ വേണം പൂജ, മറക്കാൻ കഴിയുന്നില്ല അവനെ. അവനില്ലാതെ എനിക്ക് കഴിയില്ല. എൻ്റെ ഫ്രണ്ടല്ലായിരുന്നു അവൻ. ഞാനല്ലേ അവനെ ആദ്യം കണ്ടത്. എൻ്റെ സ്നേഹിതയെ അവൻ മനസ്സിലാക്കാതെ പോയത്. എന്നെ കാണാൻ കൊള്ളില്ലേ? അവൻ ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഞാൻ മാറിയില്ലേ? കരഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് വീണ പ്രീതിയെ പൂജ ചേർത്ത് പിടിച്ച് എന്തു പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുമെന്ന് പൂജയ്ക്കും അറിയില്ലായിരുന്നു. ആദ്യം പ്രീതിയും കുഞ്ഞിനെ നല്ല കൂട്ടായിരുന്നു. ആദിയിൽ സൗഹൃദവും സാഹോദര്യ സ്നേഹവുമായിരുന്നെങ്കിൽ പ്രീതിയിൽ അവനോടുള്ള പ്രണയമായിരുന്നു. വളരും തോറും അവൾ അവനെ തീവ്രമായി പ്രണയിച്ചു. മറ്റു പെൺകുട്ടികൾ അവനെ നോക്കുന്ന പോലെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആദിയെ പ്രപ്പോസ് ചെയ്തവരൊക്കെ പ്രീതി ആദ്യം അറിയാതെ ഉപദ്രവിച്ച് വിട്ടിട്ടുണ്ട്. ആദിയുടെ ഒരേ ഒരു പെൺസുഹൃത്താണെന്ന് അവൾ ഒരുപാട് അഹങ്കരിച്ചു. എന്നെങ്കിലും അവൻ തൻ്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന് അവൾ കരുതിയെങ്കിലും അത് നടന്നില്ല. അവസാനം അവൾ തന്നെ അവനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞു. അന്ന് അവർ 10ാം ക്ലാസ് സ്റ്റുഡൻസ് ആയിരുന്നു. പോസിറ്റീവ് മറുപടി പ്രതീക്ഷിച്ച് അവൾ കിട്ടിയത് വലിയൊരു തിരിച്ചടിയായിരുന്നു. ആദിയെ തന്നെ വേണമെന്നുള്ള വാശി അവളിൽ ജനിച്ചു. ആ വാശി വളർന്നു. പ്രീതിയുടെ സ്വഭാവം മനസ്സിലാക്കി ആദ്യം അവളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. അവൻ പഠിച്ച അതേ കോളേജിൽ തന്നെയാണ് അവളും മെഡിസിന് പഠിച്ചത്. ആദ്യം എത്ര അവഗണിച്ചാലും പ്രീതി പിന്മാറാൻ തയ്യാറായില്ല. ദേവനന്ദയെ കണ്ടെന്ന് പറഞ്ഞാലും അവന് വിട്ടുതരാൻ. ഓരോന്ന് ആലോചിച്ചിരുന്ന പൂജ പ്രീതിയുടെ ചോദ്യം കേട്ട് അവളെ നോക്കി. പ്രതീക്ഷയോടെ തന്നെ നോക്കിയിരിക്കുന്നവളോട് എന്തു പറയണമെന്നറിയാതെ പൂജ കുഴങ്ങി. അവൾ വിട്ടുതന്നാലും ആദ്യം നിന്നെ സ്വീകരിക്കൂ. അതിന് പ്രീതിക്ക് മറുപടിയില്ലായിരുന്നു. ആദ്യം വേറൊരാൾക്ക് കൊടുക്കാനും അവളുടെ മനസ്സ് അനുവദിച്ചില്ല. കൈലാസം വീട്ടിൽ എല്ലാവരും പ്രീതിയോട് നല്ല രീതിയിൽ പെരുമാറിയെങ്കിലും ആദ്യം അവളെ മൈൻഡ് ചെയ്തില്ല. അവൾ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോഴേക്ക് അവൻ ഒഴിഞ്ഞു മാറിപ്പോയി. ദി ബിഗിനിങ് ഓഫ് ഫോർ എവർ, ലവ് ഓഫ് മൈ ലൈഫ്, എൻഗേജ്ഡ് എന്ന ക്യാപ്ഷനോട് കൂടിയുള്ള ആദിയുടെയും നന്ദയുടെയും നല്ലൊരു എൻഗേജ്മെൻറ്റ് പിക്ക് അവൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആദ്യം നന്ദയുടെ കയ്യിലേക്ക് മോതിരമണിക്കുന്ന പിക്കായിരുന്നത്. അവൻ കുറേ നേരം അതിൽ തന്നെ നോക്കിയിരുന്നു. അവളെ ഒന്ന് കാണുമെന്ന് തോന്നിയവൻ അവൾ വീഡിയോ കോൾ ചെയ്തു. ജോലിയൊക്കെ ഒതുക്കി റൂമിലേക്ക് വന്നപ്പോഴാണ് ആദിയുടെ കോള് നന്ദക്ക് വരുന്നത്. ഭഗവാനെ, വീഡിയോ കോൾ എടുക്കണോ? എടുക്കാതിരുന്ന എന്ത് വിചാരിക്കും? ഫോൺ പിടിച്ചവളൊന്ന് ആലോചിച്ചു. എടുക്കാൻ പോയത് അത് കട്ടായി. അവളൊന്ന് ആശ്വസിച്ചു. അടുത്ത സെക്കൻഡിൽ പിന്നെ റിങ് ചെയ്തു. അവൾ മുടിയൊക്കെ ഒതുക്കി ഡ്രസ്സൊക്കെ നേരെയാക്കി ഫോൺ എടുത്തു. എന്തെടുക്കുമായിരുന്നു? ഫോൺ എടുത്തയുടനെ ആദി ചോദിച്ചു. കട്ടിൽ കിടന്നവൻ ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്ന് ഫോൺ നേരെ പിടിച്ചു. ഞാൻ അടുക്കളയിലായിരുന്നു. ഞാൻ അടുത്ത് വരുമ്പോഴും വിളിക്കുമ്പോഴും മാത്രമേ ഉള്ളല്ലോ ഈ വിക്ക്. അതെന്താ? ആ പറയടോ. മറുപടി ഒന്നും പറയാത്തേണ്ട അവൻ ഒന്നുകൂടെ ചോദിച്ചു. അറിയില്ല. പേടിയാണോ എന്നെ? അവളില്ലെന്ന് തലയാട്ടി. പിന്നെ ഇഷ്ടമാണോ? അവൻ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു. നന്ദ പെട്ടെന്ന് തലകുനിച്ചു. പറ, എന്നോട് ഇഷ്ടമുണ്ടോ? അവൾ ചെറുതായി തലയാട്ടി. അവളുടെ ഭാവങ്ങൾ കണ്ടവൻ ചിരിച്ചുപോയി. ഈ പേടിയും വിറലൊക്കെ ഞാൻ മാറ്റിത്തരാം. കല്യാണം ഒന്ന് കഴിയട്ടെ. നാളെ കോളേജിൽ പോകുന്നുണ്ടോ? മാരേജിൻ്റെ എല്ലാവരും വിളിക്കണം. ആ, കിടക്കാറായോ? എങ്കിൽ കിടന്ന കേട്ടോ. ഗുഡ് നൈറ്റ്. അവൾ ഫോൺ വെച്ചതും അവൻ വീഡിയോ കോളിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവളുടെ പിക്ക് നോക്കി. നിഷ്കളങ്കമായ അവളുടെ ഫോട്ടോ നോക്കി അവൻ കുറേ നേരം ഇരുന്നു. ഐ ലവ് യു ദേവ. അടുത്ത് കിടന്ന പിള്ളയെടുത്ത് അവൻ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച്. അടുത്ത ദിവസം നന്ദ അമ്മുവിൻ്റെ കൂടെ കോളേജിലേക്ക് പോയി. ക്ലാസ്സിലുള്ളവരെല്ലാം വിവാഹം ക്ഷണിച്ചു. പിന്നെ അമ്മുവിനെ കൂട്ടി സ്റ്റാഫ് റൂമിൽ പോയി ടീച്ചേഴ്സിനെയും ക്ഷണിച്ചു. ആദി സാറാണല്ലേ കെട്ടാൻ പോകുന്നത്? ഞാൻ വിചാരിക്കുകയും ചെയ്തിരുന്നു.
അന്ന് ദേവനന്ദയ്ക്ക് ഒരു ഇഷ്യൂ വന്നപ്പോൾ കോളേജ് മാനേജ്മെന്റ് ഇടപെടാൻ കാരണം എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? നന്ദയുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ലക്ഷ്മി ടീച്ചർ ചോദിച്ചു. അപ്പോഴാണ് നന്ദയോ ആ കാര്യം ഓർത്ത്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അല്ല മാം, അറേഞ്ച്ഡ് മാരേജാ. കല്യാണം ഉടനെ ഉണ്ടല്ലോ, പഠിപ്പ് കഴിഞ്ഞ് പോരായിരുന്നോ? അത് ജാതകപ്രകാരം ഇപ്പോഴാണ് സമയം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരെയും ക്ഷണിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ആരോമൽ സാറിനെ കാണുന്നത്. അവന് നേരെ കല്യാണക്കുറി നീട്ടിയതും അവനൊരു പകപ്പോടെ നന്ദയെ നോക്കി. എൻ്റെ കല്യാണമാണ് സാർ, ഒക്ടോബർ 25-ന്. സാറ് വരണം. വിവാഹോ? ഇത്ര പെട്ടെന്ന്? പെട്ടെന്ന് നടന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അവൻ നിരാശയോടെ ആ കല്യാണക്കുറിയിലേക്ക് നോക്കി. ആദിദേവ് വിഷ്ണുവർദ്ധൻ ആൻഡ് ദേവനന്ദ മോഹൻ. കോളേജ് MD ആദി സാറാണോ? അതെ. അതിനൊന്ന് അമർത്തിമൂലി അവൻ അവളെ നോക്കി സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഒരു ഹൃദയമല്ലേ ഇവിടെ തകർന്നു വീണെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ആരോമലിൻ്റെ പോക്ക് നോക്കിന്ന് അമ്മു പറഞ്ഞു. നീ എന്താടി പറയുന്നേ? അതേടി മോളെ, അങ്ങേർക്ക് നിന്നെ ഒരു നോട്ടുണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇപ്പോൾ ഉറപ്പായി. ചുമ്മാ ഓരോന്ന് പറയാതെ പെണ്ണേ, നീ വിശ്വസിക്കേണ്ട. ഞാൻ പോവാ. പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് അച്ഛൻ പറഞ്ഞതാ. ഓക്കെ ബൈ. അമ്മീനോട് യാത്ര പറഞ്ഞു നന്ദ കോളേജിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. മാരേജ് ആയതുകൊണ്ട് നന്ദ കുറച്ച് ഡേയ്സ് ലീവ് എടുത്തു. മോളെ ഒന്ന് നിൽക്കണേ. ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടത് അമ്മു തിരിഞ്ഞു നോക്കി. ഒരു 40 വയസ്സ് തോന്നുന്ന സ്ത്രീയായിരുന്നു. അവർ അവളുടെ അടുക്കിലെത്തി കയ്യിലുള്ള തുണ്ടുപേപ്പർ അവളെ കാണിച്ചു. ഈ അഡ്രസ്സ് എവിടെയാണെന്ന് അറിയോ മോളെ? നന്ദ ആ പേപ്പറിലേക്ക് നോക്കിയ നിമിഷം തന്നെ അവരൊരു തുണി വെച്ച് അവളുടെ മൂക്ക് പൊത്തി. നന്ദ പെട്ടെന്ന് ബോധം പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് വീണു. ഒരു ഇടവഴിയായതിനാൽ അവിടെ ആരും ഇല്ലായിരുന്നു. പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് ഒരു കാറ് വന്നു. അതിൽ നിന്നൊരാൾ ഇറങ്ങി നന്ദയെ ബാക്ക് സീറ്റിലേക്ക് കടത്തി. ആ സ്ത്രീ കുറച്ച് ക്യാഷ് നൽകി പറഞ്ഞയച്ചു. അയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒരു ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് വിളിച്ചു. പ്ലാൻ സക്സസ്. ഫോൺ വെച്ച ശേഷം അയാൾ തിരിഞ്ഞ് നന്ദയെ നോക്കി ഒരു പൂച്ചച്ചിരിയോടെ കാർ ഓടിച്ചു. കാറിൽ നിന്ന് അവൾ എടുത്താൻ പോയത് ഒരു ഹോട്ടലിലേക്കായിരുന്നു. ഒരു റൂം തുറന്നവൻ അവളെ ബെഡിലേക്ക് കിടത്തി. അവൾ ആകമാനം നോക്കി. ഇവളെ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല. എന്തായാലും സാറിന് നല്ല ദിവസാ. ശേഷം ഡോർ ഒന്ന് പുറത്തേക്ക്. കുറച്ച് നിമിഷം കഴിഞ്ഞ് വേറെ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. ഒരു വശ്യമായ ചിരിയോടെ അവൻ അവളെ നോക്കി. ഷർട്ടിന്റെ ബട്ടൺസ് മാറ്റി അവൻ ഷർട്ട് വലിച്ചെറിഞ്ഞു. അവന്റെ ഫോണിലേക്ക് കോൾ വന്നു. ആ ഫോൺ എടുത്തു. സർ, പോലീസിനെ മീഡിയ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഉടനെ എത്തും. ഗുഡ്. ആദിദേവിന്റെ ഭാവി ഭാര്യ ഹോട്ടൽ റെയ്ഡിനിൽ പിടി. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. അതും പറഞ്ഞ് അവൻ അട്ടഹസിച്ചു. കാവർക്കിടും, ആകത്ത് എന്താ പരിപാടി ഞങ്ങൾ കൂടി കാണട്ടെ. ഡോറിൽ തുടരെയുള്ള മുട്ടിയിട്ട് അവൻ പോയി വാതിൽ തുറന്നു. ആദി സാറോ? പ്രതീക്ഷിക്കാതെ ആൾക്കണ്ണം ഞെട്ടൽ അവരിലുണ്ടായിരുന്നു. SIയും കോൺസ്റ്റബിളുമായി ഒരു 4 പേരുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു വനിതാ കോൺസ്റ്റബിളും. ആദ്യ SI നോക്കി പുച്ഛത്തോടൊന്ന് ചിരിച്ചു. ആദിദേവ് തന്നെ. എന്താ സാറേ കാര്യം? ഭിത്തിയിലേക്ക് ചേർന്ന് നിന്ന് കൈയും കെട്ടി ആദ്യ ചോദിച്ചു. ഹോട്ടലിൽ അനാശാസ്യാണെന്ന് പറഞ്ഞൊരു കോൾ വന്നു. ഞങ്ങൾ ചെക്കിങ്ങിന് വന്നു. ഇവിടെ സാറിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് റൂമിൽ ചെക്ക് ചെയ്യണമായിരുന്നു. SIയുടെ സൗമ്യതയോടുള്ള ചോദ്യം കേട്ട് കൂടെയുള്ള പോലീസുകാർ കണ്ണുവീശി പോയി. കമിങ് സൈറ്റ്. അവൻ വാതിൽ നിന്നുമാർ റൂമിലേക്ക് കയറി. SI അകത്തേക്ക് കയറി. ഇത് കട്ടിൽ കിടക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടി പോലീസുകാരൻ ചോദിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്, ദേവനന്ദ മോഹൻ. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിനെ വിവാഹം ക്ഷണിച്ചത്. തിരിച്ചു വരുന്ന വഴിയിൽ താഴെയുള്ള റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിച്ചപ്പോൾ ദേവക്ക് ചെറുതായിട്ടൊരു തളർച്ച. അവൾക്ക് BP ഇടയ്ക്ക് കുറയാറുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാവുന്ന ഇവിടെ. SI സാറിന് തെളിവിനായി ഇതാ എൻഗേജ്മെൻറ്റ് ഫോട്ടോസ്. ആദ്യം ഫോൺ എടുത്ത് എൻഗേജ്മെൻറ്റിൻ്റെ അടുത്ത് പിക്ക് അയാളെ കാണിച്ചു. ഇനി കല്യാണക്കുറി കാണിക്കണം? സോറി സർ, ഒരു റോങ് ഇൻഫോർമേഷൻ ആയിരുന്നു. ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ചാടിത്തുള്ളി വരുന്ന തന്നെ പോലെവരാണ് പറയാൻ. മീഡിയയോട് താൻ തന്നെ എല്ലാം പറയല്ലോ അല്ലേ? അത് ഞാൻ ഡീൽ ചെയ്തോളൂ സർ, സോറി. അയാൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ആദ്യം ഒരു പൂച്ചച്ചിരിയോടെ ഡോർ അവർക്ക് നേരെ കൊട്ടിയടച്ചു. സാർ ഇതിനെ ഇവരെ പോലുള്ളവർക്ക് എങ്ങനെ പേടിക്കുന്നത്? ഒരു കോൺസ്റ്റബിൾ ചോദിച്ചു. തനിക്ക് അങ്ങനെയൊക്കെ പറയാം. ഇവരെ എതിർത്തൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. എനിക്കെൻ്റെ ജീവനിൽ കൊതിയുണ്ട്. SI അതുമാണ് പുറത്തേക്ക് ഇറങ്ങി. കട്ടിൽ കിടന്ന അവൻ കുറേ നേരം നോക്കിയിരുന്നു. കുനിഞ്ഞു വന്ന് അവളുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. ഞാൻ കൂടെയുള്ളപ്പോൾ നിനക്കൊന്നും ദോഷമായി വരില്ല ദേവ. ഇത് ഞാൻ നിനക്കിരുന്ന വാക്കാണ്. ആദിദേവ് വിഷ്ണുവർദ്ധൻ അവൻ്റെ ഹൃദയസാക്കി കൊടുക്കുന്ന വാക്ക്. മൃദുവായി അവളുടെ ചെവിത്തുമ്പിൽ കടിച്ചവൻ നുണഞ്ഞു. അവിടെ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ നിഷ്കളങ്കമായ മുഖത്ത് പാഞ്ഞടന്നു. അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു. ഏറെ നേരം അവൻ്റെ ചുണ്ടുകൾ അവിടെ അമർന്നു നിന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് പോയി. ആദ്യം അവളെ കൊണ്ടുപോയത് നന്ദയുടെ വീട്ടിലേക്കായിരുന്നു. അവളുടെ ബാഗ് തുറന്നു അതിൽ നിന്ന് വീടിൻ്റെ താക്കോലെടുത്ത് അകത്തേക്ക് കയറി. ബാഗ് അവിടെയുള്ള കസേരയിൽ വെച്ച് തിരിച്ചു വന്ന് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് മയങ്ങിക്കിടക്കുന്നവളെ കൈകളിലെടുത്ത് വീട്ടിലേക്ക് കയറി അവിടെ റൂമിൽ കിടത്തി.
അടുത്തായുള്ള ഒരു കസേരയിൽ അവനിരുന്നു. അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് അവളിലേക്ക് മിഴികൾ നട്ടവനിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ചെറുതായുള്ള നന്ദയുടെ അനക്കറിഞ്ഞവൻ അവളെ തട്ടി വിളിച്ചു. മോളെ. കവളിൽ തട്ടി ആരോ വിളിച്ചു. നന്ദ കണ്ണുകൾ വലിച്ചു തുറന്നു. ഫ്രണ്ടിലായിരിക്കുന്ന ആദ്യ കണ്ടത് അവൾ പകച്ചുപോയി. അവൾ ചുറ്റും നോക്കി. തൻ്റെ റൂം തന്നെയാണ്. ഡോക്ടർ എന്താ ഇവിടെ? ഞാൻ കോളേജിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. ഒരു സ്ത്രീ, അവരെന്താ എന്നെ ചെയ്തേ? ഞാനെങ്ങനെ ഇവിടെ എത്തി? അവൾ സംശയത്തോടെ ആദ്യം നോക്കി. കുഴപ്പമൊന്നുമില്ലല്ലോ. അവളുടെ തലയിൽ തലോടി ആദ്യം ചോദിച്ചു. അവൾ ഇനിയും തലയാട്ടി. ഞാനെങ്ങനെ ഇവിടെ എത്തി? ഡോക്ടർ എന്താ ഇവിടെ? ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിയിലാണ് നിന്നെ കണ്ടത്. വഴിയിൽ ബോധം പോയി കിടക്കുമായിരുന്നു. BP കുറവായതാ. നല്ലതുപോലെ ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ല നിനക്ക്? കല്യാണം അടുക്കാറായി. ആദ്യ കപടദേഷ്യത്തോടെ ചോദിച്ചു. BP ലോ ആയതല്ല, ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ. അവരെന്താ എൻ്റെ മൂക്കിൽ മണപ്പിച്ചു. അങ്ങനെ ബോധം പോയതാ. പിന്നെ ഞാനെങ്ങനെ ഇവിടെ? നീ എന്താ വേണേ? വല്ല സ്വപ്നം കണ്ടോ? ഏത് സ്ത്രീ? നിന്നെ മാത്രമേ അവിടെ ഞാൻ കണ്ടുള്ളൂ. ഒരു അത്യാവശ്യം വന്ന് കോളേജിലേക്ക് ആ വഴി പോയത് നന്നായി. ഇല്ലെങ്കിലോ ഇനിയിങ്ങനെ ഒറ്റയ്ക്കിറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടാലുണ്ടല്ലോ. ആദി താക്കിയതോടെ പറഞ്ഞു. നന്ദ പേടിയോടെ അവരെ നോക്കി. ആദി കുനിഞ്ഞൊന്ന് അവിടെ കവിളിൽ അമർത്തി കടിച്ചു. ശിക്ഷ ഇതായിരിക്കും. അവൾ പകപ്പോടെ കൈ കവിളിൽ വെച്ചവരെ നോക്കി. വേദനിച്ചോ? അവളുടെ കൈകളെടുത്ത് മാറ്റി അവൻ ആർദ്രമായി ചോദിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. വേദനിച്ചോ? അവൻ പതിയെ ചോദിച്ചു. അവൻ്റെ മിഴികളിലേക്ക് നോട്ടമിട്ടുകൊണ്ട് തന്നെ അവൾ മൂളിപ്പോയി. ആദി കുനിഞ്ഞു വന്ന് അവൻ കടിച്ച ഭാഗത്ത് നാവുകൊണ്ട് ഒഴിഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ കയ്യിലായി മുറുകി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ അമർന്നു. കടിച്ച ഭാഗത്ത് അവൻ അമർത്തി ചുംബിച്ചു. ചുണ്ടുകൾ അടർത്തിയെടുത്തവൻ അവളെ നോക്കി. കണ്ണുകൾ അടച്ചിരിക്കുകയാണ് നന്ദ. അവൻ അവളുടെ അടഞ്ഞ കൺപോളകൾക്ക് മീതെ പതിയെ ഊതി. അവൻ്റെ ചൂടുശ്വാസമേറ്റത് അവളുടെ മിഴികൾ പിടഞ്ഞു. കണ്ണുകൾ തുറക്കാതിരിക്കുന്ന അവളുടെ കണ്ണിനുമേൽ അവൻ അമർത്തി ചുംബിച്ചു. അവളുടെ കൈകൾ അവനിൽ മുറുകി. ഓപ്പൺ യുവർ ഐസ്. അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ മുട്ടിച്ചവൻ പറഞ്ഞു. അവളിൽ നിന്ന് തലയാട്ടി കാണിച്ചു. കണ്ണുകൾ ഒന്നും കൂടെ മുറുകെ അടച്ചു. എൻ്റെ മോള് കണ്ണു തുറക്കുന്നവരെ ഞാനിങ്ങനെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കും. അതും പറഞ്ഞ് അവൻ്റെ പല്ലുകൾ അവളുടെ കാതിനെ കടിച്ചെടുത്തു. അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു. കാതിൽ അമർത്തി ചുംബിച്ചവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മിഴികൾ കോർത്തിരുന്നു കുറച്ചു നേരം. ഞാൻ പോവാ. ആരെങ്കിലൊക്കെ കൂടെ കൂട്ടി മാത്രമേ പുറത്തു പോകാവൂ. നല്ലപോലെ ആഹാരം കഴിച്ച് മിടിക്കായിട്ടിരിക്കണം കേട്ടോ. അതും പറഞ്ഞ് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചവൻ അവളോട് യാത്ര പറഞ്ഞു അവിടെ നിന്നിറങ്ങി. വീടിൻ്റെ പുറത്ത് യാത്ര അയക്കാമെന്നവളെ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ അവൻ നോക്കി. കാറിലേക്ക് കയറി ഓടിച്ചു പോയി. കാറ് കുറച്ചു ദൂരം പിന്നിട്ടത് അവൻ്റെ കണ്ണുകളിൽ പ്രണയത്തിന് പകരം പകയെരിഞ്ഞു. തൻ്റെ പെണ്ണിനെതിരെ കളിച്ചവർക്കുള്ള ശിക്ഷ വിധിക്കാനായി അവൻ്റെ കാർ ഗോഡൌണിലേക്ക് പാഞ്ഞു. ആരാണെന്ന് നീ പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? കസേരയിൽ ബന്ധനസ്ഥരായ അടികൊണ്ട് അവശനായിരിക്കുന്ന അയാളോട് ആദ്യം ചോദിച്ചു. എനിക്കറിയില്ല സാറേ. ഫോണിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഞാനാളെ നേരിട്ട് കണ്ടിട്ടില്ല. ദേവനന്ദയെ കുറച്ചു നേരം ഹോട്ടൽ റൂമിൽ പിടിച്ചെടുത്തണെന്നേ പറഞ്ഞുള്ളൂ. അതുമാത്രമേ ഞാൻ ചെയ്തുള്ളൂ. കള്ളം പറയുന്നടാ. ആദിയുടെ കാലുകൾ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു പതിച്ചു. കസേര ഇറക്കാൻ അവൻ താഴേക്ക് വീണു. അവൻ്റെ കെട്ടുകൾ അഴിച്ച് ആദ്യം അവിടെ കിടന്ന് ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് അവൻ്റെ കാലിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് അവൻ അലറി. അടുത്ത കസേരയിൽ എല്ലാം കണ്ടുകൊണ്ടിരുന്ന അയാൾ ഭയം കൊണ്ട് വിറച്ചു. നന്ദയെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ച ആളായിരുന്നത്. സത്യം സാറേ, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. വേദന കൊണ്ട് പിടഞ്ഞപ്പോഴും അയാൾ നിലവിളിച്ച് പറഞ്ഞു. ആദ്യം ഫോണെടുത്ത് ഒരാളെ വിളിച്ചു. കുറച്ച് നിമിഷത്തിന് ശേഷം ഒരു ബോക്സ് അവൻ്റെ കയ്യിലേക്ക് നൽകി അയാൾ തിരിച്ചുപോയി. അവൻ ബോക്സ് തുറന്നു. അതിൽ നിന്നും ഫോർക്ക് എടുത്തു. തറയിൽ കിടന്ന വേദന കൊണ്ട് പിടയുന്നവനെ നോക്കി അവൻ ചിരിച്ചു. എൻ്റെ പെണ്ണിന് നേരെ തെറ്റായ നോട്ടം നോക്കിയ നിന്റെ ഈ കണ്ണുകൾ, അത് ഞാനിങ്ങ് എടുക്കുക. അതും പറഞ്ഞ് ആദ്യം അവൻ്റെ കണ്ണിലേക്ക് ആ ഫോർക്ക് കുത്തി. ഒരു കണ്ണിൽ അമർത്തി പിടിച്ചവൻ അലറി. മറ്റേയാൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. വേദന കൊണ്ടവൻ തറയിൽ കിടന്ന് ഞെരങ്ങി. മറ്റേയാളുടെ അടുത്തേക്ക് അവൻ ചൂടുകൾ വെച്ചു. ഒന്നും ചെയ്യരുത്, ഞാനിനി ഒന്നും വരില്ല, ക്ഷമിക്കണം സാറ്. അത് വകവെക്കാതെ അവൻ്റെ കണ്ണുകളിലും അവൻ കത്തി കുത്തിയിറക്കി. രണ്ടുപേരെ അവിടെ ആക്കി അവൻ അവിടെ നിറങ്ങി. രണ്ടുപേരുടെയും അലർച്ച അവിടെ മുഴുവൻ മുഴങ്ങി. ഒരു ഉന്മാദഭാവത്തോടെ എല്ലാം ആസ്വദിച്ച് അവൻ കാറിലേക്ക് കയറി. ആദ്യം അവിടെ നേരെ പോയത് AV കൺസ്ട്രക്ഷൻസ് കമ്പനിയിലേക്കായിരുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സഞ്ജയാണ്. സഞ്ജയ് ഒരു സിവിൽ എഞ്ചിനീയറാണ്. കൂടാതെ AV കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും. സ്കൂൾ കാലഘട്ടം മുതലുള്ള കൂട്ടാണ് ആദിയും സഞ്ജയും തമ്മിൽ. സഞ്ജയ് ദിനകർ ഫേമസ് അഡ്വക്കേറ്റ് ആയിരുന്നു. ദിനകറിൻ്റെ ഭാര്യ ഗായത്രി. എതിരാളികളുടെ പ്ലാന്റ് ആക്സിഡന്റിൽ രണ്ടുപേരുടെയും ജീവൻ നഷ്ടമായി.
അതിനുശേഷം സഞ്ജയ് നോക്കി വളർത്തിയതല്ല അച്ചമ്മയാണ്. MD-യുടെ ക്യാബിൻ ഡോർ തള്ളി തുറന്ന് ആദ്യം അകത്തേക്ക് കയറി സഞ്ജയുടെ മുന്നിലുള്ള ചെയറിലിരുന്നു. നല്ലത് കൊടുത്തു അല്ലേ? ലാപ്പിൽ നിന്ന് കണ്ണു മാറ്റാതെ സഞ്ജയ് ചോദിച്ചു. കുറച്ച് കൂടിപ്പോയോ? ഒരിക്കലുമില്ല. അവരർഹിക്കുന്ന ശിക്ഷ തന്നെയാണത്. ഞാനവിടെ എത്തിയില്ലായിരുന്നെങ്കിലോ? നന്ദയെ വാർത്തകൾ കീറി മുറിക്കില്ലായിരുന്നോ? ഒരു തെറ്റും ചെയ്യാതെ പെണ്ണ് പഴി കേൾക്കേണ്ടി വരില്ലേ? അതിനീ ഞാൻ ജീവനോടുള്ളപ്പോൾ അനുവദിക്കില്ല. കസേരയിലേക്ക് ചാഞ്ഞിരുന്നു ആദ്യം നിസ്സാരമായി പറഞ്ഞു. ആരായിരിക്കും ചെയ്തത്? പ്രീതിയായിരിക്കുമോ? കണ്ടുപിടിക്കണം. അവൻ്റെ കോൾ റെക്കോർഡ്സ് ചെക്ക് ചെയ്തപ്പോൾ സംസാരമെല്ലാം ഒരു ആണിൻ്റേതായിരുന്നു. അതാരാ ഇത്ര വൈരാഗ്യമുള്ളയാൾ? സഞ്ജയ് ഒരു സംശയത്തോടെ ചോദിച്ചു. അപ്പോഴാണ് ആദിയുടെ ഫോൺ റിങ് ചെയ്തത്. പരിചയമില്ലാത്ത നമ്പർ കണ്ടൊന്ന് സംശയിച്ച് ആദി ഫോൺ എടുത്തു. ഹലോ ആദിദേവ്, സുഖം തന്നെയല്ലേ? ഹു ആർ യു? അതൊക്കെ സമയമാകുമ്പോൾ പറയാം. ഇന്നെനിക്കൊരു പിഴവ് പറ്റി. നീ സ്കോർ ചെയ്തു. എപ്പോഴും ഇങ്ങനെ പറ്റണമെന്നില്ലല്ലോ. നെക്സ്റ്റ് ടൈമിൽ ഇതേ കണക്ക് നിന്റെ പെണ്ണിനെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമെന്ന് നമുക്ക് കാണാം. എല്ലാം കേട്ടതും ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. കഴുത്തിലെ ഞരമ്പുകൾ തെളിഞ്ഞു വന്നു. കയ്യിൽ നിന്ന് പേപ്പർ വെയിറ്റ് എടുത്താൽ മുറുകെ പിടിച്ചു. അവന്റെ ഭാവമാറ്റം കണ്ട് സഞ്ജയ് ഒന്ന് പകച്ചുപോയി. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് കളിക്കടാ, ഫോണിൽ കൂടെ നിൽക്കാതെ. എന്റെ പെണ്ണിനെതിരെ കളിക്കാൻ നിന്നാ നിന്റെ ജീവൻ ഞാൻ ബാക്കി വെക്കില്ല. നിന്റെ പെണ്ണ് കൊള്ളാം, ഞാൻ കണ്ടു. ഏതൊരാണിനെയും തൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ. എന്താ പറയാ, സർപ്പ സൗന്ദര്യം തന്നെ. നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. പറയുന്നത് ആദിതേ വിഷ്ണുവർദ്ധന. നീ പണിയേൽപ്പിച്ച കൂട്ടാളികളുടെ അവസ്ഥ എന്താണെന്ന് പോയി നോക്ക്. കേടടാ ഓനെ. അതും പറഞ്ഞ് ദേഷ്യത്തോടെ ഫോൺ കെട്ടിയതവൻ കയ്യിൽ നിന്ന് പേപ്പർ വെയിറ്റ് ആഞ്ഞെറിഞ്ഞ്. എന്താ എന്തു പറ്റി? ആദി ദേഷ്യം അടക്കാൻ കഴിയാതെ ടേബിൾ ആഞ്ഞടിച്ചു. എണീറ്റിരുന്ന കസേര തട്ടിത്തെറിപ്പിച്ചു. ആദി, സഞ്ജയ് തോൾ തട്ടി വിളിച്ചു. ആദ്യം അവൻ്റെ കൈ തട്ടി മാറ്റി ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാറിലേക്ക് കയറി അവൻ വണ്ടി പറപ്പിച്ചു. അവൻ്റെ ഓർമ്മകൾ കുറച്ച് മണിക്കൂറുകൾക്ക് പിന്നിലേക്ക് പോയി. നന്ദയെ നോക്കാനായി ആദ്യം ഒരു ബോഡി ഗാർഡിനെ കോളേജിൽ നിയമിച്ചിട്ടുണ്ട്. നന്ദ കോളേജിൽ നിന്നിറങ്ങിയതും അവൾ അറിയാതെ അവന് പുറകിലൊരു ബൈക്കിലുണ്ടായിരുന്നു. ദൂരെ നിന്നൊരു സ്ത്രീ സംസാരിക്കുന്നു. പെട്ടെന്ന് നന്ദ ബോധം കെട്ടി വീഴുന്ന കണ്ട അയാൾക്ക് അപകടം മണത്തു. പെട്ടെന്ന് തന്നെ ആദിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാര്യം പറഞ്ഞു. ആ വണ്ടിയുടെ പുറകിലായി അയാളും വിട്ടു. ആ സ്ത്രീ വേറൊരു വഴിയിലേക്ക് പോയി. നന്ദയെ കൈകളെടുത്ത് ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന ബോഡി ഗാർഡ് കണ്ടു. നന്ദയെ തട്ടിക്കൊണ്ടുപോയ അയാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും അയാളെ ബോഡി ഗാർഡ് പിടിച്ചു വെച്ചു. അപ്പോഴേക്ക് അയാൾ പോലീസിൽ വിളിച്ച് പറഞ്ഞിരുന്നു. ആദ്യം അപ്പോഴേക്ക് അവിടേക്ക് എത്തി. അയാളെ ഭീഷണിപ്പെടുത്തി റൂമിലുള്ള ആളെ വിളിച്ച് ആദ്യം പറഞ്ഞ പ്രകാരം പറയിപ്പിച്ചു. ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് റൂമിലുള്ളയാളൊന്ന് സംശയിച്ചു. ഇത്ര പെട്ടെന്ന് വന്നു? ആദ്യം പറഞ്ഞൊരു പുച്ചച്ചിരിയുടെ കോട്ടുമായിട്ട് അവൻ ഡോർ തുറന്നു. നെഞ്ചിലേക്ക് ആഞ്ഞൊരു ചവിട്ട് കിട്ടിയവൻ തറയിലേക്ക് തെറിച്ചു വീണു. ഞെട്ടിപ്പാച്ചവൻ നോക്കിയതും കാണുന്ന ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ആദിയാണ്. തറയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് ആദ്യം അടിക്കാനായി വന്നു. ആദ്യം നിസ്സാരമായി ബ്ലോക്ക് ചെയ്ത് ഡോർ ലോക്ക് ചെയ്ത് അവൻ്റെ തല ഭിത്തിയിലേക്ക് ആഞ്ഞിടിപ്പിച്ചു. വേദന കൊണ്ട് പിടഞ്ഞവൻ നിലത്തേക്ക് ഇരുന്നു പോയി. ഡോർ തുറന്ന് ബോഡി ഗാർഡിന്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ച് ആദ്യം ഡോർ ലോക്ക് ചെയ്തു. ഒന്നും അറിയാതെ കട്ടിൽ കിടക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് അവൻ കൈകൾ മൃദുവായി തലോടി. കുനിഞ്ഞു വന്ന് അവിടെ നെറ്റിയിൽ നുകർന്നു. എല്ലാം ഓർക്കെ ആദിയുടെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി. കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നു. റോഡരികിലായി വണ്ടി പാർക്ക് ചെയ്ത് അവൻ സീറ്റിലേക്ക് ചാരിക്കിടന്നു. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. ആദിയുടെ പല്ലുകൾക്കിടയിൽ ആ വാക്കുകൾ ഞെരിഞ്ഞമർന്നു.